അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. അമരമ്പലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ഇലക്ട്രിക് വയറുകളുടെ മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം പെരിഞ്ചൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആലുക്കൽ യൂസഫ് അലിയുടെ വീട്ടിൽ നിന്ന് വയറുകൾ മുറിച്ചെടുത്ത് കൊണ്ടുപോയി. കഴിഞ്ഞ മാസം സമാന രീതിയിലുള്ള മോഷണക്കുറ്റത്തിന് 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പൂക്കോട്ടുംപാടം, പള്ളിപ്പടി, അച്ചാർ കമ്പനി, പറയങ്കാട് എന്നിവിടങ്ങളിൽ സമാന രീതിയിലുള്ള മോഷണം കഴിഞ്ഞ മാസം നടന്നിരുന്നു. പൂക്കോട്ടുംപാടം വലിയ ജുമാ മസ്ജിദിലും മറ്റൊരു വീട്ടിലും മോഷണം നടത്തിയ 2 യുവാക്കളെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും പറയങ്കാടും അച്ചാർ കമ്പനിയിലും മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. അറസ്റ്റ് ചെയ്ത പ്രതികൾ 7ഓളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 20ലധികം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഇലക്ട്രിക് വയറുകൾ മോഷണം നടത്തിയത് സമ്മതിച്ചെങ്കിലും പറയങ്കാടും അച്ചാർ കമ്പനിയിലും നടത്തിയ മോഷണം സമ്മതിച്ചിരുന്നില്ല. ഈ മോഷണം നടത്തിയ പ്രതികളെ അന്വേഷിക്കുന്നതിനിടെയാണ് പെരിഞ്ചൂരിൽ വീണ്ടും സമാന രീതിയിൽ മോഷണം നടന്നിട്ടുള്ളത്. ആലുക്കൽ യൂസഫ് അലിയുടെ നിർമ്മാണത്തിലിരിക്കുന്നതും വയറിംഗ് പൂർത്തീകരിച്ചതുമായ വീട്ടിലെ സ്വിച്ച് ബോർഡ്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് വയറുകൾ മുറിച്ചെടുത്തിട്ടുള്ളത്. വിവിധയിടങ്ങളിലെ കേബിളുകൾ മുറിച്ചെടുത്തതിനാൽ വീടിന്റെ മിക്ക ഭാഗത്തും പുതിയ കേബിളുകൾ ഇടണം. ഈ പ്രവൃത്തിയെല്ലാം ചെയ്തു വരുമ്പോഴേക്കും സാധനങ്ങളും പണിക്കൂലിയും അടക്കം ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉണ്ടാവുകയെന്ന് വീട്ടുകാർ പറയുന്നു. കണക്ക് പ്രകാരം കുറഞ്ഞ തുകയുടെ വയറുകളാണ് മോഷണം പോകുന്നതെങ്കിലും ഇത്തരം വീടുകളിൽ വയറിംഗ് വീണ്ടും ചെയ്യേണ്ട അവസ്ഥയാണ്. ഒപ്പം സീലിംഗ് അടക്കമുള്ള ജോലികളും നടത്തണം. ഇതിനാൽ മോഷണം പോയ സാധനത്തിനേക്കാൾ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉടമകൾക്കുണ്ടാവുന്നത്. ഇത്തരം മോഷ്ടാക്കളെ ഉടൻ പോലീസ് പിടികൂടണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.